ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് 12th ട്രിപ്പ്. ഒരു 5:15-5:20 ആയപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പയാണ് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 6:20, 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മിയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തണുത്ത കാറ്റും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന സൈഡിൽ ഒരു ടോള് കഴിഞ്ഞിട്ട് എന്നെ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാത്തതുകൊണ്ട് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പാലക്കാടെന്ന് മനസ്സിലാക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട, രണ്ട് സൈഡിലും ഇതുപോലെ കുറേ പാടങ്ങളും അങ്ങനത്തെയൊക്കെ ആയിരുന്നു കൂടുതലും. വീടുകളെക്കാളധികം രണ്ട് സൈഡിലും ഇതുപോലെ പാടങ്ങളും മരങ്ങളും ഇങ്ങനത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആ രണ്ട് സൈഡിലെ കാഴ്ചകളൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അല്ല, ഞാൻ കുറേ നേരം ഈ ട്രിപ്പ് പോകാമെന്ന് പറയുന്നു. എങ്ങോട്ടാണ് പോണേന്നൊന്നും ഒരു ക്ലൂവും ഇതുവരെ തന്നിട്ടില്ല. ഞങ്ങൾ പോയത് കൊടൈക്കനാലിലോട്ടായിരുന്നു. ഒരു 2 day ട്രിപ്പായിരുന്നു. അതായത് October 13th പോയിട്ട് രാവിലെ പോയിട്ട് October 31st നൈറ്റിന് തിരിച്ചു വരുന്നത്. അങ്ങനെ ആദ്യം ഇതും പറഞ്ഞപ്പോഴത്തേക്കും കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി. ഇതൊരു മലയാളി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടെ തന്നെയാണ് ട്രിപ്പിന് വരുന്ന എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരു 5 ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. അതിലെ ഫ്രണ്ട് നമ്പർ 1 ആണ് ദാനിയ. അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. എനിക്ക് നോമ്പുള്ളത് കൊണ്ട് ഞാൻ ബിരിയാണിയും അതുപോലെ തന്നെ ഏക് ദോ തീൻ ചാർ, അതെ അച്ചാറും സർലാസുമാണ് കഴിച്ചത്. ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല, ബാക്കി എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ബീഫിസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി കുടിക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ബസ്സിൽ കയറി അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഇറക്കിയത് വേറെ എവിടേക്കല്ല, കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ എന്തോ കുറേ വ്യൂ പോയിന്റുകളൊക്കെ കാണാം. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് അത്യാവശ്യം ഉള്ളിലോട്ട്. പക്ഷെ അങ്ങോട്ടേക്ക് നല്ല തണുത്ത കാറ്റ് വീശി ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഏകദേശം അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു മല, പിന്നെ അവിടെ കുറേ ഇങ്ങനെ കൊച്ചു കൊച്ചു വീടുകളായിട്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്നായിട്ട് കുറേ ഇങ്ങനെ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ലേക്ക് സൈഡിലുള്ള ഇങ്ങനെ കുറേ കടകളും അങ്ങനത്തെ സംഭവമാണ്. ഇവിടെ അടിപൊളിയായിരുന്നു. ശരിക്കും എനിക്ക് കൊടൈക്കനാലിൽ പോയത് ഏറ്റവും വേർത്തായിട്ട് തോന്നിയത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ ഈ സൈക്കിളുകൾ വെച്ചേക്കണ കണ്ടു. ഡബിൾ സൈക്കിളും സിംഗിൾ സൈക്കിളും അങ്ങനെയല്ലേ പറയാൻ, എനിക്കറിയില്ല കേട്ടോ. അതായത് 2 പേർക്ക് ചവിട്ടാൻ പറ്റിയതും ഒരാൾക്ക് ചവിട്ടാൻ പറ്റിയതും. അതായത് 2 പേരുടേന് അരമണിക്കൂറത്തേക്ക് 140 രൂപ എങ്ങാണ്ടാണ്. ഈ ഒരു ലേക്ക് സൈഡ് വന്നിട്ട് നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. കാരണം അത്രയ്ക്ക് രസമുണ്ടായിരുന്നു ഈ വഴിയിലൂടെ ഇങ്ങനെ ചവിട്ടി പോകാനായിട്ട്. കാര്യം ഞങ്ങൾക്ക് 30 മിനിറ്റിനാണ് 140 രൂപ പറഞ്ഞെങ്കിലും ഞങ്ങൾ 50 മിനിറ്റിൻ്റെ അടുത്ത് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നമ്പർ 2 അദീന. അങ്ങനെ സൈക്കിൾ റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സൈഡിലൊരു പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഞങ്ങൾ കൊണ്ടുപോയില്ല, അവിടെ എന്തോ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഇതിൻ്റെ സൈഡിൽ ഈ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ മസാല മാഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 60 രൂപ അയാൾ പറഞ്ഞെങ്കിലും ഞാൻ 50 രൂപയ്ക്ക് അത് മേടിച്ചു. അങ്ങനെ 50 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള മാഗി മുണുങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ഈ ഒരു തണുപ്പത്ത് ഇങ്ങനത്തെ ചൂടുള്ളത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തൊണ്ടയ്ക്കൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. ബാക്കിയുള്ളവർ മോമോസ് പറഞ്ഞു, ഞാൻ മസാല മാഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സാനിയ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതെൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ലേക്ക് നിന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് നമ്പർ 3 മാളവിക. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്ക് അവിടെ ഇറക്കി വിട്ടിട്ട് 7 മണിക്ക് എവിടെയാണ് തിരിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത് ലേക്ക് സൈഡിൽ നിന്ന്. അങ്ങനെ ലേക്ക് സൈഡിൽ നിന്ന് നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. അവിടെ നിന്ന് എനിക്ക് വെജ് ആയതുകൊണ്ട് കോളിഫ്ലവറിൻ്റെ ഒരു ഇതും വൈറ്റ് റൈസും പിന്നെ ഏതോ ഒരു പച്ചക്കറി വെട്ടി നുറുക്കിയൊരു കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഫ്രണ്ട് നമ്പർ 4 ആര്യനന്ദ. അങ്ങനെ അവിടെ നിന്ന് ഡിന്നറൊക്കെ മുടങ്ങിയിട്ട് നമ്മൾ റൂമിലോട്ട് പോന്നു. 8 മണിയായപ്പോൾ റൂമിൽ കയറി. 8 മണിക്ക് തന്നെ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. പിറ്റേ ദിവസം 6:15 തുറന്നത്. ഇതിപ്പോൾ ദാനിയും മാളവയും കൂടി റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യലാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡേറ്റിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും.